മുൻകാല ജീവിതത്തിൻ്റെ പേരിൽ ഒരാളെ മോശമായി ചിത്രീകരിക്കുക എന്നത് വളരെ സങ്കടകരമായ കാര്യമാണെന്ന് സിനിമാ സീരിയൽ താരം രേഖ രതീഷ് കുറച്ച് മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് തന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് വീഡിയോ ചെയ്യുന്നതായി രേഖ രതീഷ് പരാതിപ്പെട്ടു. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കുള്ള നിവേദനം പോലെയായിരുന്നു രേഖ രതീഷിൻ്റെ സോഷ്യൽ മീഡിയയിലെ വീഡിയോ. ഇപ്പോൾ കടന്നുപോകുന്ന അവസ്ഥയെക്കുറിച്ച് നിറകണ്ണുകളോടെയും തൊഴുകൈകളോടും കൂടെയാണ് രേഖ രതീഷ് വീഡിയോ ചെയ്തത്. രേഖ രതീഷിൻ്റെ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ശ്രീ പിണറായി വിജയൻ സാർ, കഴിഞ്ഞ 8-9 മാസങ്ങളായി താൻ ജോലിയില്ലാതെ ഫ്ലാറ്റിൽ കഴിയുകയാണ്. 2-3 മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് തൻ്റെ പിന്നാലെ നടന്ന് എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് എന്നെക്കുറിച്ച് വളരെ മോശമായ വീഡിയോ ചെയ്യുകയും എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാർ. ഈയിടയ്ക്ക് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊരിഞ്ഞു പോകുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. പക്ഷേ ഈ ഒരു കൂട്ടം യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷി ഇല്ലാതാവുകയാണ്. മാനസിക സമ്മർദ്ദം കാരണം എനിക്കിപ്പോൾ ജീവിക്കാൻ പറ്റുന്നില്ല സാർ. താൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്തുകൊണ്ടെന്നാൽ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്തുകൊണ്ടെന്ന് ചോദ്യം വന്നാൽ എന്നെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്ക് അറിയിക്കണം. ഇതുകൊണ്ടെങ്കിലും അവസാനിക്കണം ഈ വക കാര്യങ്ങൾ. എന്നെ മാത്രമല്ല, എൻ്റെ ഫീൽഡിലുള്ള ഒരുപാട് ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ദയവ് ചെയ്ത് ഇതിനെതിരെ ശക്തമായ തീരുമാനമെടുക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഇതിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിക്കണമെന്ന് വളരെ താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കുന്നു എന്നായിരുന്നു രേഖ രതീഷിൻ്റെ വാക്കുകൾ. സുഹൃത്തും തമിഴ് നടനുമായ ഈശ്വർ രഘുനാഥിനൊപ്പമുള്ള ഫോട്ടോസും വീഡിയോസും താരം പങ്കുവച്ചതു മുതൽ താരം പ്രണയത്തിലാണെന്നും 5ാമത് വിവാഹത്തിന് ഒരുങ്ങുകയാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് വാർത്തകൾ പ്രചരിച്ചിരുന്നു. അതിനുശേഷമാണ് രേഖ രതീഷിൻ്റെ ജീവിതത്തിൽ മുമ്പ് സംഭവിച്ച പല കാര്യങ്ങളും കുത്തിപ്പൊക്കി ചില യൂട്യൂബേഴ്സ് മോശമായ ക്യാപ്ഷൻ നൽകി വീഡിയോ ചെയ്തത്. ഇതിനെതിരെയാണ് രേഖ രതീഷ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. രേഖയുടെ വീഡിയോ വളരെ വേഗത്തിൽ തന്നെ ശ്രദ്ധ നേടി. ആശ്വാസവാക്കുകളുമായി നിരവധി പേരാണ് രംഗത്ത് വന്നത്. അവിവേകമൊന്നും കാണിക്കരുതെന്നും തങ്ങൾ എല്ലാവരും കൂടെയുണ്ടെന്നും സീരിയൽ താരങ്ങളും രേഖ രതീഷിൻ്റെ സുഹൃത്തുക്കളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തു. നീ വളരെ ധീരയായ സ്ത്രീയാണെന്നും സ്ട്രോങ് ആയി നിൽക്കുക എന്നും പല ആരാധകരും കുറിച്ചു. ചില മൂന്നാംകിട യൂട്യൂബേഴ്സ് എന്ത് വേണമെങ്കിലും പറയട്ടെ എന്നും നീ അത് മൈൻഡ് ചെയ്യേണ്ടെന്നും ചിലർ പറഞ്ഞു. എത്രയും വേഗം സർക്കാർ ഇതിനെതിരെ ആക്ഷൻ എടുക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.